ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്കിന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുത്താലോ? ഇതെൻ്റെ ക്ലാസ് ഇല്ലാത്തൊരു ദിവസം എങ്ങനെയാണെന്നാണ് ഞാൻ കാണിക്കുന്നത്. രാവിലെ തന്നെ ബെഡ്ഷീറ്റൊക്കെ മടക്കി വെക്കും. അതിനുശേഷം വീടിനകമൊക്കെ ഒന്ന് അടിച്ചു വാരാനുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് അടിച്ചു വാരിയതിന് ശേഷം ഞാൻ ബ്രഷ് ചെയ്ത് ഫേസ് വാഷ് ഇട്ട് താഴോട്ട് പോയിട്ടുണ്ടായിരുന്നു. താഴോട്ട് പോയപ്പോഴേക്കും അമ്മ പറഞ്ഞു ചപ്പാത്തി ഉള്ളിക്കറി ഒന്ന് ഉണ്ടാക്കാൻ. പിന്നെ ഞാൻ ചപ്പാത്തി ഉള്ളിക്കറി ഉണ്ടാക്കി. പിന്നെ ഞാൻ ചായ ഒഴിച്ചെടുക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഉള്ളിക്കറി. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയാൻ എനിക്ക് അത്യാവശ്യം ഇഷ്ടമായി. ഞാൻ എന്നും ഉണ്ടാക്കും പോലെയല്ല, അത്യാവശ്യം കൊള്ളായിരുന്നു. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. ഞാൻ ഉണ്ടാക്കിയ ഫുഡ് എത്ര കൊള്ളില്ല എങ്കിലും ഞാൻ ഫുള്ളായിട്ട് കഴിക്കുകയും ചെയ്യും, മറ്റുള്ളവരെ കൊണ്ട് അത് കഴിപ്പിക്കുകയും ചെയ്യും. ഞാൻ ഉണ്ടാക്കിയ ഫുഡൊന്നും എനിക്ക് വേസ്റ്റ് ചെയ്യുന്ന ഇഷ്ടമല്ല കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനത്തെ സ്വഭാവം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. പിന്നെ ഞാൻ വോയിസ് ഇട്ടാണോ വീഡിയോ ചെയ്യുന്ന കൊള്ളാമെന്നുള്ളത്, വോയിസ് ഇടാതെയാണോ ഒന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് എൻ്റെ വീട്ടിലുള്ള പശുക്കുട്ടികളാണ്. 2 എണ്ണം ഉണ്ട് കേട്ടോ. പശുവല്ല, ഒന്ന് കാളയും ഒന്ന് പശുക്കുട്ടിയാണ്. പിന്നെ അവരെയൊക്കെ ഒന്ന് അഴിച്ചുകൊണ്ട് കെട്ടി. പിന്നെ ഞാൻ ഡെയിലി ഇതൊന്നും ക്ലീൻ ചെയ്യാറില്ല, അമ്മയാണ് ചെയ്യാറ്. ഇന്ന് എനിക്ക് ക്ലാസ് ഇല്ലാത്ത ദിവസം ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തിട്ടു. പിന്നെ ഞാനും അമ്മയും കൂടി പശുക്കുട്ടിയെ കൊണ്ടുപോയി മേയാൻ വേണ്ടി കെട്ടാണ് കേട്ടോ. എനിക്ക് കെട്ടാറിനോട് അമ്മയാണ് അപ്പോൾ ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പശുക്കുട്ടിയെ കാണാൻ ഒരു വീട്ടിൽ പോയിരുന്നു. അമ്മയ്ക്ക് ആ പശുക്കുട്ടിയെ കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ പശുക്കുട്ടിയെ കാണാൻ പോയിരുന്നു. ആ വീട്ടിൽ കണ്ടൊരു ഫ്രൂട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ ഫ്രൂട്ട്. ഞാൻ കഴിച്ചിട്ടുണ്ട്. താളിപ്പഴം എന്നാണ് കേട്ടോ അതിൻ്റെ പേര്. നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ആ വീട്ടിലൊരു ആട്ടുകുട്ടി ഉണ്ടായിരുന്നു. ആ ആട്ടുകുട്ടി എന്നെ നോക്കി കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ വീഡിയോയും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഈവനിങ് ഒക്കെ ആയപ്പോൾ ഒരു വിളയിൽ പുല്ല് ചെത്താൻ പോയിരുന്നു. അത് പശുക്കുട്ടിക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ആ പുല്ലൊക്കെ ചെത്തി വീട്ടിൽ വന്നു. അപ്പോഴേക്കും ഉച്ചയായിട്ടോ. പിന്നെ ഞാൻ ജ്യൂസ് ഉണ്ടാക്കി കുടിച്ചിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.